അൻവറിന് മുന്നിൽ വാതിലടച്ചിട്ടില്ല, ഇപ്പോഴും തുറന്നിരിക്കുന്നു. നിലമ്പൂരിൽ അൻവർ ഒരു ഘടകമായി എന്ന് സമ്മതിക്കുന്നു സണ്ണി ജോസഫ്. അൻവറിന് മുന്നിൽ വാതിലടച്ചിട്ടില്ല, അതായത് സതീശൻ പറഞ്ഞു വന്നതൊക്കെ തിരുത്തി പറയുകയാണോ സണ്ണി ജോസഫ് എന്ന ചോദ്യം. അതായത് ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുമായിരുന്ന ഷൗക്കത്തിന്റെ ലീഡ് ചവിട്ടിപ്പിടിച്ചത് PV അൻവറാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 10,461 വോട്ടുകളായി മാറിയിരിക്കുന്നു അൻവർ പിടിച്ച വോട്ടുകളുടെ എണ്ണം. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഷൗക്കത്ത് ഒരുപക്ഷെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്ന ഒരിടത്ത് ഷൗക്കത്തിനെ പിടിച്ചുലച്ചത്, UDFനെ പിടിച്ചു നിർത്തിയത്, UDF ക്യാമ്പുകളിലേക്ക് മ്ലാനത ആദ്യഘട്ടത്തിലെങ്കിലും പടർത്തിയത് PV അൻവറിന്റെ കടന്നുകയറ്റമായിരുന്നു. അതായത് സതീശനിസത്തെ പരസ്യമായി ചോദ്യം ചെയ്ത് ഒറ്റയ്ക്ക് മത്സരിച്ച PV അൻവറിനെ ഞങ്ങൾ ഇനിയും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് സണ്ണി ജോസഫ്. ശിവദാസ് തുടരാം. തീർച്ചയായും അതുതന്നെയാണ്. കാരണം PV അൻവർ ലക്ഷ്യമിട്ടതുപോലെ തന്നെ മോശമല്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു ആദ്യ ഘട്ടങ്ങളിൽ PV അൻവറിന് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് എണ്ണിയിരിക്കുന്നത്. ഏകദേശം 10,000-ൽ കൂടുതൽ വോട്ടുകൾ PV അൻവർ ഒറ്റയ്ക്ക് നിന്നാണ് PV അൻവർ മത്സരിച്ചത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നമുക്കറിയാം കേരളത്തിൽ അത്രത്തോളം ശക്തിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. മുൻപ് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. PV അൻവറിനെ സംബന്ധിച്ച് PV അൻവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയിൽ പോകാൻ കഴിയാതെ വന്നതോടെ തൃണമൂലിൻ്റെ ഭാഗമാവുകയായിരുന്നു. ബംഗാളിൽ പോയി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളെയെല്ലാം കണ്ട് അതിൻ്റെ ഒരു ഭാഗമാവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തൃണമൂലിൻ്റെ ഭാഗമായാണ് PV അൻവർ ഇവിടെ മത്സരിക്കുന്നത് എങ്കിൽ പോലും ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അൻവർ കൃത്യമായി തന്നെ വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഇടത് വലത് മുന്നണികൾക്കും NDAയ്ക്കും എല്ലാം തന്നെ വോട്ടുകൾ മാറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം, അതിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വോട്ട് വിഹിതം പ്രത്യേകിച്ച് UDFൻ്റെ വോട്ടുകൾ കൃത്യമായി തന്നെ ഏറ്റവും കൂടുതൽ UDFിൽ നിന്നുള്ള വോട്ടുകൾ അടർത്തിയെടുക്കാൻ PV അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പോൾ നിലവിൽ UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. അതായത് വഴിക്കടവും മൂത്തേടം പഞ്ചായത്തും എടക്കരയും എല്ലാം തന്നെ നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അവർക്ക് മേധാവിത്വമുള്ള ഒരു പഞ്ചായത്തുകളാണ്. അവിടെ വോട്ട് എണ്ണി കഴിയുമ്പോഴാണ് ഇപ്പോൾ അൻവറിന് ഏകദേശം ഒരു 10,000-നോട് അടുത്തുള്ള ഒരു വോട്ട് അൻവറിന് മാത്രം ഒറ്റയ്ക്ക് നിന്ന് മാത്രം അൻവറിന് ലഭിച്ചിരിക്കുന്നത്. ഇനിയും 5 പഞ്ചായത്തുകളിലേക്ക് കൂടി വോട്ടുകൾ എണ്ണാനുള്ളത്. സ്വാഭാവികമായും അൻവർ കൃത്യമായി തന്നെ വോട്ടുകൾ പിടിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ മലയോര മേഖലയിലെ വോട്ടുകൾ കൂടിയാണ് ഇനി എണ്ണാനുള്ളത്. അതുകൊണ്ട് തന്നെ അൻവർ ഉയർത്തിയ ചില വിഷയങ്ങൾ അത് ഈ പ്രദേശങ്ങളിൽ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അൻവർ പിണറായി സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. വന്യമൃഗശല്യവും നിലമ്പൂരിലെ വന്യമൃഗശല്യവും അത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും കാട്ടാന ശല്യവും മറ്റു വന്യമൃഗ ശല്യവും അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അൻവർ ഈ LDF മുന്നണിയിൽ നിന്നും പുറത്തു വന്നതും അതിനെതിരെ പോരാടിയിരുന്നതും. അതുകൊണ്ട് തന്നെ ഇനി എണ്ണാൻ പോകുന്ന ഈ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് മലയോര മേഖലയിലുള്ള പഞ്ചായത്തുകളാണ്. ചുങ്കത്തറ പഞ്ചായത്ത് അടക്കം. ചുങ്കത്തറയിലെല്ലാം തന്നെ കൂടുതൽ മലയോരവാസികൾ ഉണ്ട്. സ്വാഭാവികമായും അവിടെ NDAയും അതോടൊപ്പം തന്നെ PV അൻവറും കൂടുതൽ വോട്ടുകൾ പിടിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം NDAയെ സംബന്ധിച്ച് മലയോര മേഖലയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വഴിക്കടവ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഈ മൂത്തേടം പഞ്ചായത്തും എടക്കര പഞ്ചായത്തും കൂടുതൽ മലയോര പ്രദേശം 5,428 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ആദ്യം ഒന്ന് അടിപതറിയെങ്കിലും പിന്നീട് ലീഡ് ഉയർത്തി 5,428 എന്ന ലീഡ് നിലയിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നു. അവിടെ അൻവറിന്റെ പ്രകടനം. അൻവർ 10,000-ലേറെ വോട്ടുകൾ ഇതിനകം നേടിക്കഴിഞ്ഞു. സാധാരണയായി അവസാന റൗണ്ടുകളിലാണ് LDF തിരിച്ചുവരവ് നടത്താറുള്ളത്. കഴിഞ്ഞ വട്ടം 15-ാം റൗണ്ടിൽ, ആകെ 19 റൗണ്ടുകൾ ഉള്ളതിൽ 15-ാം റൗണ്ടിലായിരുന്നു PV അൻവർ കഴിഞ്ഞ തവണ ശക്തമായി തിരിച്ചുവന്ന് വിജയം നേടിയത് എന്നോർക്കണം.